സർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. സർ സാറിന് ഞാൻ വിധിയുടെ കോപ്പി അയച്ചിരുന്നു. നമ്മുടെ നന്ദകുമാർ സാറിനെതിരെ എടുത്ത നന്ദകുമാറിനെതിരെ എടുത്ത ഒരു കേസിൽ ഹൈക്കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട്. അപ്പോ 67A അടക്കം എടുത്തുകൊണ്ടുള്ളൊരു സംഭവമായിരുന്നു അത്. അപ്പൊ കൃത്യമായിട്ടും ഹൈക്കോടതിയുടെ വിധി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. സാറിനത് എന്താണ് അതിൽ തോന്നുന്നത്? 67A ഞാൻ പ്രധാനമായിട്ട് കണ്ടത് BNS 192 ആണ് വാനം. അത് പിന്നെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ അത് അവർ മാറ്റിവെച്ചു. പക്ഷെ എടുത്ത FIR-നകത്ത് 192 കലാപാഹ്വാനം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ് ഞാൻ കേട്ടോ. പിന്നീട് അവർ മാറ്റിയിട്ടുണ്ടല്ലോ. മാറ്റി പക്ഷെ ഒരു FIR എടുത്തിരുന്നു. അന്വേഷണ ഘട്ടത്തിൽ അത് മാറ്റി. പക്ഷെ FIR എടുക്കുമ്പോൾ അത് ഇട്ടിരുന്നു എന്നുള്ളതാണ്. കേസ് നന്ദകുമാറിനെതിരെ എടുക്കുമ്പോൾ 192 BNS കലാപശ്രമം, കലാപാഹ്വാനം. അപ്പൊ ഇതിനകത്ത് പിണറായി വിജയന്റെ പാവാട രാഷ്ട്രീയം എന്ന യൂട്യൂബ് വാർത്തക്കെതിരെ എറണാകുളം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എടുത്ത ക്രൈം നമ്പർ 33/2025 എന്ന കേസിൽ നന്ദകുമാറിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ അടപ്പാകത്ത് 2026 ജനുവരി 30 പുറപ്പെടുവിച്ച ഉത്തരവിനെ മുൻനിർത്തിയാണ് പോലീസ് സ്ഥിരമായി ദുരുപയോഗം ചെയ്യുന്ന IT ആക്ടിലെ ചില വകുപ്പുകളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഉത്തരവിനേക്കാൾ പ്രധാനമാണ് ഉത്തരവിലേക്ക് നയിച്ച നിയമ വ്യാഖ്യാനം. ഉത്തരവ് വാസ്തവത്തിൽ അതിന്റെ അപേക്ഷകനെ മാത്രമാണ് ഗുണകരമോ ദോഷകരമായി ബാധിക്കുന്നത്. ജാമ്യം കിട്ടിയാൽ പുള്ളിയാണ് ബാധിക്കുന്നത്, ജാമ്യം കിട്ടിയില്ലെങ്കിലും പുള്ളിയാണ് അടിസ്ഥാനപരമായി ബാധിക്കുന്നത്. എന്നാൽ ഉത്തരവിലേക്ക് നയിച്ച ദ ലീഗൽ ജേർണി എന്ന് പറയുന്നുണ്ട്. അത് നാട്ടിലെ ഓരോ പൗരനെയും ബാധിക്കും. എങ്ങനെയാണ് ഈ പ്രശ്നം ഒരിടത്തേക്ക് എത്തിയെന്നുള്ളത്. നിർബന്ധിത നിയമവിദ്യാഭ്യാസം നൽകാത്ത നമ്മുടെ നാട്ടിൽ ഇത്തരം വിശകലനങ്ങൾ സാധാരണക്കാർക്ക് ഉപയോഗകരമാകും. നിയമവിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൊടുക്കാത്തത് മനഃപൂർവ്വമാണ്. നിയമവിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മനഃപൂർവ്വമാണ്. കാരണം ജനനിയമം അറിഞ്ഞാൽ പോലീസുകാരുടെയും ചില മജിസ്ട്രേറ്റുമാരുടെയും രാഷ്ട്രീയക്കാരുടെയും സർവോപരി മാധ്യമങ്ങളുടെയും കള്ളക്കളി പുറത്താകും. ഇതിൽ പ്രധാനമായും ഞാൻ കുറ്റപ്പെടുന്ന മാധ്യമങ്ങളെയാണ്. കാരണം അവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത ഒരു റോളുണ്ട്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് എ ഫോർത്ത് എസ്റ്റേറ്റ്. മറ്റുള്ളവർ ചെയ്യാത്ത ചില കാര്യങ്ങൾ പോലും അവർ ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്പെക്ട് ഓഫ് ദ മീഡിയ. പക്ഷെ അവരത് അങ്ങനെ ചെയ്യാറില്ല. അവർ പലപ്പോഴും പ്രധാനമായും പ്രമുഖർ ഉൾപ്പെടുന്ന കേസിൽ കുറ്റകൃത്യത്തിന്റെ നിയമവശം ചർച്ചയ്ക്കെടുക്കില്ല. അത് മനഃപൂർവ്വമാണ്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നന്ദകുമാറിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഈ വിധിന്യായത്തിന്റെ 9ാമത്തെ പാരഗ്രാഫിൽ ജഡ്ജി റെഫർ ചെയ്തിരിക്കുന്നത് മജീഷ് കെ മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസാണ്. ഈ കേസിന്റെ വിധിന്യായങ്ങൾ എത്രമാത്രം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് എനിക്കറിയില്ല. ഏതായാലും ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ 2018 ജൂൺ 21 വന്ന ഉത്തരവാണിത്. പ്രോസിക്യൂഷൻ എടുത്ത IT ആക്ടിലെ സെക്ഷൻ 67, 67A എന്നിവയെ വിശകലനം ചെയ്തുകൊണ്ട് ജാമ്യം കൊടുത്ത ഈ വിധിയെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ്. ഐ എം റീഡിംഗ് ഇറ്റ്. ദ ഫ്രീഡം സോഷ്യൽ മീഡിയ ഓഫേഴ്സ് cannot be exploited to do online baiting, such as in this case, wherein the complainant is branded as being sexually promiscuous, the court observed. ഇത് കേട്ടാൽ കോടതി ജാമ്യാപേക്ഷ കൊടുത്ത ആളിന്റെ നടപടിയെ ശാസിച്ചു എന്നാണ് മനസ്സിലാക്കുക. എന്നാൽ കോടതി ഉത്തരവിന്റെ പ്രധാന ഭാഗം എന്തുകൊണ്ട് IT ആക്ടിന്റെ 67, 67A വകുപ്പുകൾ ഇവിടെ പ്രസക്തമല്ല എന്നതാണ്. കോടതി ആ വ്യക്തിക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തു. ഈ കേസിലെ പരാതിക്കാരി ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയാണ്. നിഷയെ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരിൽ ഒരാൾ ഫേസ്ബുക്കിലൂടെ IT ആക്ടിലെ സെക്ഷൻ 67, 67A വകുപ്പുകൾ അനുസരിച്ച് കുറ്റം ചെയ്തു എന്നാണ് കേസ്. തന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ ഒരു MPയുടെ ഭാര്യ, വളരെ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ ആളുടെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ ഒരു MPയുടെ ഭാര്യ തന്നെ 16 വർഷത്തോളം ലൈംഗികമായി ഉപയോഗിച്ചു, റേപ്ഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഈ വ്യക്തി എഴുതി. ഈ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിലെ പാർട്ടി പ്രവർത്തകൻ എഴുതി. അയാളെ ഒരു MPയുടെ ഭാര്യ 16 വർഷമായി ലൈംഗികമായി ഉപയോഗിച്ചു, റേപ്ഡ്. ഇത് തന്നെ കുറിച്ച് എന്നാണ് നിഷ ജോസ് കെ മാണിയുടെ പരാതി. മാത്രമല്ല ലൈംഗികമായി തന്നെ അപമാനിക്കുന്ന പല പോസ്റ്റുകളും അതിനുണ്ട് എന്നും പരാതിയിൽ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് IT ആക്ട് 67, 67A വകുപ്പ് അനുസരിച്ച് കേസെടുത്തത്. ഇപ്പോൾ നമുക്ക് ഈ IT വകുപ്പ് 67ഉം 67Aയും വകുപ്പുകൾ എന്താണെന്ന് നോക്കാം. സെക്ഷൻ 67 പറയുന്നത് പബ്ലിഷിംഗ്
or transmitting obscene material in electronic form that is lascivious or appeals to prurient interest എന്നാണ്. പണിഷബിൾ 3 years. lascivious എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാമവികാരജനകമായ എന്നതാണ്. prurient എന്നാൽ ഭോഗാർത്തി പിടിച്ചത് എന്നാണ്. ഇത് സെക്ഷൻ 67A പറയണത് publishing or transmitting sexually explicit acts or contexts in electronic form, punishable 3 years. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിയമത്തിൽ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട് എന്താണെന്ന് IT ആക്ട് പറഞ്ഞിട്ടില്ല. നമ്മുടെ IT ആക്ട് 1996 യുണൈറ്റഡ് നേഷൻസ് മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ് അനുസരിച്ചാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മോഡൽ പിന്നീട് അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ ശേഷം റെക്കമെൻഡ് ചെയ്ത് UN ജനറൽ അസംബ്ലി 1997 ജനുവരി 30 റെക്കമെൻഡ് ചെയ്യുന്നത്. സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് എന്നത് പൊതുവെ പൊർണോഗ്രഫിക്ക് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കോഡ് പ്രകാരം സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അത് നമ്മുടെ ആക്ടിൽ പറയാത്തതുകൊണ്ടാണ് നമ്മൾ ലോകത്തുള്ള മറ്റു നിയമങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ആക്ട് പറഞ്ഞിട്ടില്ല. സോ ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ്, അതിന് കോടതി തന്നെ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കോടതിയുടെ ജഡ്ജ്മെന്റിൽ കോടതി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യമോ കമ്പ്യൂട്ടർ ജനറേറ്റഡോ ആയ ഒന്ന് ലൈംഗിക ബന്ധം, ഓറൽ സെക്സ് അല്ലെങ്കിൽ ഫെലാഷിയോ ഓർ കനിലിംഗസ്. ഫെലാഷിയോ എന്ന് പറഞ്ഞാൽ ഡൂയിങ് ഓറൽ സെക്സ് ഓൺ എ മാൻ. കനിലിംഗസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ഓറൽ സെക്സ് ഓൺ എ വുമൺ, അല്ലെങ്കിൽ ഏനൽ സെക്സ് അല്ലെങ്കിൽ സൊഡോമി. ഇനി മൃഗങ്ങളുമായുള്ള രീതി, സ്വയംഭോഗം, ജനനേന്ദ്രിയമോ സ്വകാര്യ ഭാഗങ്ങളോ പ്രദർശിപ്പിക്കുക. ഇതൊക്കെയാണ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ്. അത് ഒറിജിനലും ആകാം, കമ്പ്യൂട്ടർ ജനറേറ്റഡും ആകാം. ഈ നിയമപരമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ വേണം നന്ദകുമാർ ചെയ്ത പിണറായിയുടെ പാവാട രാഷ്ട്രീയത്തിനെതിരെ വാർത്ത വന്ന അന്ന് രാത്രിയിൽ തന്നെ എറണാകുളം സൈബർ ക്രൈം IT 67A വകുപ്പ് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതിലെ അധികാര ദുർവിനിയോഗത്തെയും നിയമപരമായ അജ്ഞതയൊക്കെ വിലയിരുത്താൻ. 67A പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ യൂട്യൂബ് റിപ്പോർട്ടിൽ ഉണ്ടോ? കേസെടുത്ത സൈബർ ക്രൈം പോലീസിൽ ആരെങ്കിലും അത് കേട്ടോ? എന്നാൽ ആ യൂട്യൂബ് റിപ്പോർട്ട് മുഴുവൻ കേട്ട ശേഷം ഹൈക്കോടതി ജഡ്ജി കൗസർ എടപ്പാകത്ത് ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഐ എം കോട്ടിംഗ്, ബൈ നോ സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ can it be characterized as sexually explicit. The video do not contain anything sexually explicit act or conduct. ജഡ്ജിയുടെ ഒബ്സർവേഷൻ ഇങ്ങനെ ആയിരിക്കെ വിചാരണ കോടതിയിൽ ഈ കേസ് തള്ളിപ്പോകുമെന്ന് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ കേസെടുത്ത പോലീസുകാരനോ വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറോ അവർക്ക് നിർദ്ദേശം നൽകിയ പിണറായി വിജയനോ ജഡ്ജിയായിരുന്നു വിധിന്യായം പറയണം. ഇനി അങ്ങനെയാണെങ്കിലും അവർക്ക് പോലും നിയമാനുസൃതമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ കേസ് ചവറ്റുകൂട്ടൽ എറിയാനേ കഴിയും. എന്നിട്ടും നമ്മൾ നോക്കണം, ഹെൽമെറ്റ് വേട്ട മാത്രം നടത്താൻ അറിയാവുന്ന പോലീസുകാർ എന്തിനീ കോമാളി വേഷം കെട്ടുന്ന? എപ്പോഴും പോലീസുകാരൻ പോട്ടെ, നിയമം അറിയാത്തവരാണ് നോക്കാം, നിയമം പഠിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറോ ആരാണ് ബിട്രേ ചെയ്യുന്നത്? നിയമത്തെയോ, നിയമവാഴ്ചയെയോ, പൊതുജനത്തെയോ, സ്വന്തം തൊഴിലിനെയോ, അതോ അവനവനെ തന്നെയോ? ഇതിനേക്കാൾ ഒക്കെ വിചിത്രം FIR-ൽ ഉണ്ടായിരുന്നതും എന്നാൽ പിന്നീട് അന്വേഷണ ഘട്ടത്തിൽ മാറ്റുകയും ചെയ്ത BNS ഭാരതീയ ന്യായ സംഹിതയുടെ 192 എന്ന വകുപ്പാണ്. അത് പറയണത് വാൻഡൻലി ഗിവിംഗ് പ്രൊവക്കേഷൻ വിത്ത് ഇന്റന്റ് ടു കോസ് റയോട്ട്, കലാപാഹ്വാനം നടത്തുക. നന്ദകുമാർ ഈ വീഡിയോ റിപ്പോർട്ട് വഴി, പിണറായി വിജയന്റെ പാവാട രാഷ്ട്രീയം എന്ന റിപ്പോർട്ട് വഴി കലാപാഹ്വാനം നടത്തിയെന്നാണ് കേസ് കേട്ടോ. അതായത് ഈ റിപ്പോർട്ട് വഴി നന്ദകുമാർ കലാപാഹ്വാനം നടത്തി എന്നാണ് പറഞ്ഞത്. കലാപാഹ്വാനം നടത്തുകയാണെങ്കിൽ 6 മാസം ശിക്ഷയും, ആ കലാപാഹ്വാനത്തെ തുടർന്ന് കലാപം ഉണ്ടായാൽ 1 വർഷം വരെയും ശിക്ഷയാണ്. പിണറായി വിജയന്റെ പാവാട രാഷ്ട്രീയത്തിൽ എവിടെയാണ് ഈ കലാപാഹ്വാനം ഉള്ളത്? ഞാൻ കണ്ടില്ല. അത് നോക്കി പറയുന്നത് തന്നെ സറ്റയർ ആണെന്ന് വിധിയിൽ പറയുന്നുണ്ടല്ലോ. അതെ 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 അതാണ്. അത് നന്ദകുമാറാണ് ഈ കലാപാഹ്വാനം നടത്തിയാൽ, നന്ദകുമാർ കലാപാഹ്വാനം നടത്തിയാൽ കേരള ജനത കലാപം ഉണ്ടാക്കുമെങ്കിൽ പിണറായി വിജയൻ നന്ദകുമാറിനെ തൊഴുത് വണങ്ങണം. കാരണം പിണറായി വിജയൻ പറഞ്ഞ സ്വന്തം പാർട്ടിയിലെ 10 പേരെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. കലാപം പോട്ടെ, നല്ല കാര്യം ചെയ്യാനാണെങ്കിൽ എന്റെ കൂടെ കാണൂ. അപ്പൊ എന്തൊക്കെയാണ് എടുക്കുന്ന കേസിന്റെ ഒരു ഡയമെൻഷൻ? അതായത് നമ്മളെ കുറെ കേസ് എടുക്കുക, ഉപദ്രവിക്കുക, ആ കേസ് തള്ളിപ്പോകുന്നറിയാം, പക്ഷെ ജയിലിൽ കിടക്കുക, ഇത്രയേ ഉള്ളൂ ഈ പോലീസുകാർക്ക്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിയമം ജ്ഞാനം കൊടുക്കുക, നിയമത്തിനപരമായ അറിവ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് മുഴുവൻ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയെ അമ്പരപ്പിക്കാനും ചെറുതാക്കാനും വേണ്ടിയാണ് അത്രയും നന്ദകുമാർ ഈ യൂട്യൂബ് റിപ്പോർട്ട് ചെയ്തത് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്.
വാസ്തവത്തിൽ ഈ പിണറായി വിജയൻ കേരള ജനതയ്ക്കാണ് എംബാരസ്മെന്റ് സൃഷ്ടിക്കുന്നത് ഓരോ ദിവസവും. സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് കേരള ജനതയാണ് അയാൾ ഹ്യൂമിലേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യമാണ് കേട്ടോ. പിണറായി വിജയൻ ഈ കൊച്ചു കേരളത്തിൽ ജനിക്കേണ്ട ആളല്ല വാസ്തവത്തിൽ. അദ്ദേഹത്തിന് ആഗോള പ്രശസ്തനാകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. റഷ്യയിലായിരുന്നെങ്കിൽ പിണറായി വിജയന്റെ ശിഷ്യനാകുമായിരുന്നു ജോസഫ് സ്റ്റാലിൻ. കംബോഡിയയിലായിരുന്നെങ്കിൽ പോൾ പോട്ട് പിണറായി വിജയന്റെ ശിഷ്യനാകുമായിരുന്നു. റുമേനിയയിലായിരുന്നെങ്കിൽ ചെഷസ്കി പിണറായി വിജയന്റെ ശിഷ്യനാകുമായിരുന്നു. വടക്കൻ കൊറിയയിലായിരുന്നെങ്കിൽ കിം ജോൺ ഉൻ പിണറായിയുടെ പ്രഥമ ശിഷ്യനാകുമായിരുന്നു. മലയാളിയുടെ നഷ്ടം, അല്ലാതെ എന്ത് പറയാൻ ഇതിനെക്കുറിച്ച്. ഇനി കഴിഞ്ഞ കുറെ നാളായിട്ട് CPM രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിലേ കേന്ദ്ര സർക്കാർ പാർലമെന്റ് ഇപ്പൊ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ CIT നേതൃത്വമെങ്കിലും ശക്തമായി പ്രതികരിക്കണ്ടേ? എല്ലാ തൊഴിലാളികളുടെ ഒരുമാതിരിയുള്ള എല്ലാ അവകാശങ്ങളും എടുത്തു കളയുകയാണ്. സമരം ചെയ്യാനുള്ള അവകാശങ്ങൾ, ഉദാഹരണത്തിന് സമരം ചെയ്യാൻ നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ ഉടനെ അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. ആ കമ്മിറ്റി ചർച്ചയ്ക്കെടുക്കുന്നു. ആ കമ്മിറ്റിയുടെ തീരുമാനം വരുന്നത് വരെ സമരം ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾ സമരത്തിന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ കമ്മിറ്റി തുടങ്ങുന്നു. ആ കമ്മിറ്റി പിന്നെ 2 കൊല്ലം അതിന്റെ തീരുമാനം എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സമരം ചെയ്യാനൊക്കില്ല. സമരം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളെയും തകർത്ത് കളയുന്ന, തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളെയും തകർത്ത് കളയുന്ന, ഇത്ര പേരുണ്ടെങ്കിലേ യൂണിയൻ ഉണ്ടാക്കാവൂ എന്ന് പറയുന്ന ഒരുപാട് നിബന്ധനകൾ വെച്ചുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം കംപ്ലീറ്റ് തകർക്കുന്ന, നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ് ലേബർ കോഡിൽ. അതില് ഇവിടെ CIT-കാരെങ്കിലും ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ടോ? ഇനി അത് പോട്ടെ, ഇത് വരുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പുണ്ട്. ഈ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ പൾസ് അറിയാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അതൊന്ന്, ഇൻഫോസിസിലെ നാരായണമൂർത്തിയുടെ, അതിന്റെ ഫൗണ്ടർ അയാളുടെ ഒരു കമന്റാണ്. ദിവസം 12 മണിക്കൂർ തൊഴിലാളികൾ ജോലി ചെയ്യണം എന്നാണ് പുള്ളി പറയുന്നത്. സർവ്വരാജ്യ തൊഴിലാളികൾ എത്രയോ വർഷം ദീർഘമായി സമരം ചെയ്ത് അതിനൊക്കെ ശേഷമാണ് 8 മണിക്കൂർ തൊഴിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനെയൊക്കെ അട്ടിമറിക്കാൻ നീ ആരാടാ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നാരായണമൂർത്തിയോട് ചോദിച്ചില്ലല്ലോ. അയാൾ എങ്ങനെയാണ് പിന്നീട് വെളിയിറങ്ങി നടക്കുന്നത് സ്വസ്ഥമായിട്ട്? ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ മുഴുവൻ തള്ളിപ്പറയാനായിട്ട് ഹൂ ദ ബ്ലഡി ഹെൽ ഈസ്? ഇയാൾ ആരാണ്? ഒരു കച്ചവടക്കാരൻ. അതിനപ്പുറം അയാൾ ആരാണ്? ഒരുപാട് ലാഭം ഉണ്ടാക്കി എന്നിട്ട് അയാൾ എത്രയോ കോടി അയാളുടെ രൂപ അയാൾ ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നു, ദാനം കൊടുക്കുന്നു. ആർക്കാന്നറിയാമോ? അയാളുടെ ചെറുമോൾക്ക്. ഇതൊക്കെ നമ്മൾ വാർത്തയായിട്ട് ആഘോഷിക്കുന്നു. ഇനി സഖാക്കന്മാർക്ക് ഇതിനൊന്നും സമയമില്ല. വാസ്തവത്തിൽ പെൺ വിഷയമാണ് അവരുടെ പുതിയ ദാസ് ക്യാപിറ്റൽ. സ്വയം അത്തരം വിപ്ലവങ്ങൾ നടത്തുന്നതിനോടൊപ്പം മറ്റു രാഷ്ട്രീയ നേതാക്കളെ പെൺ വിഷയത്തിൽ കുടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് കുറെ വർഷങ്ങളായിട്ട് സഖാക്കൾ നടത്തുന്നത്. കുറെ വർഷമായത്. ഈ പുതിയ രാഷ്ട്രീയ പ്രവർത്തനം കണക്കിലെടുത്ത് കൊടിയിലെ അരിവാൾ, ചുറ്റിക, നക്ഷത്രം മാറ്റി ബ്രേസിയർ, പാൻറ്റീസ്, കോണ്ടം എന്നിവ ആക്കണമെന്ന് പല സഖാക്കളും പല കമ്മിറ്റികളിലും വാദിക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അത് കൊള്ളാം. എന്തായാലും സാർ ഇപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചിട്ട് നമ്മളുടെ ഈ കുറ്റപത്രം സമർപ്പിച്ച ഈ സൈബർ പോലീസ് ശരിക്കും ഈ ഒരു ഇതിൽ കൂടെ ശരിക്കും പിണറായി വിജയനെ തന്നെയല്ല അപമാനിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ അപമാനം എന്നുള്ളതൊന്നും അപമാനത്തിനെ കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ, ഏതോ സിനിമയിൽ പറയുന്ന പോലെ അപമാനത്തിന് തന്നെ നീ അപമാനമാണെന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും സാർ. എന്തായാലും 192 അവിടെ കൊണ്ട് തന്നെ പോലീസിന് മാറ്റാൻ തോന്നിയത് അവരുടെ ഭാഗ്യം എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അല്ലെങ്കിൽ അതും കൂടി കോടതിയുടെ വിമർശനത്തിൽ ഉൾപ്പെട്ട് വന്നേനെയല്ലോ. അല്ല, കോടതിയുടെ വിമർശനത്തിൽ വന്നാൽ ഈ പോലീസുകാർ എങ്ങനെയാ പറയുന്നത്? അടുത്ത ദിവസവും ഇതേ ക്രൈം രജിസ്റ്റർ ചെയ്ത ആള് അലക്കി തേച്ച് വടിവത്ത ഉടുപ്പ് ഇട്ട് ഷർട്ടൊക്കെ ടക്കിന്റെ തൊപ്പിയും വെച്ച് ഇങ്ങനെ വന്ന് നിൽക്കും. മനസ്സിലായോ? അവർക്കൊരു നാണവമാനം ഇല്ല. അതെ, ഇതിപ്പോ 67A തന്നെ ഇങ്ങനെയാണ്, ഒരിക്കലും നിലനിൽക്കാത്തൊരു വകുപ്പാണെന്ന് കോടതി പറഞ്ഞിട്ട് പോലും ഈ കുറ്റപത്രം സമർപ്പിച്ചവർക്കോ കേസെടുത്തവർക്കോ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ ഇവിടെ. ഒന്നും ചെയ്യുന്നില്ല. അത് കേസ് എടുക്കാത്തതുകൊണ്ടാണ്. തിരിച്ച് കൗണ്ടർ കേസ്. ഇപ്പൊ ISRO കേസിൽ നമ്പിനാരായണൻ മറ്റാരും കൊടുത്തില്ല. നമ്പിനാരായണൻ കൊടുത്ത കേസിൽ നമ്പിനാരായണൻ അപ്പോഴും കേസെടുത്ത വ്യക്തികൾക്കെതിരെ അല്ല കേട്ടോ പോയത്, ഗവൺമെന്റിനെതിരെയാണ്. യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെതിരെ അല്ല, കേസെടുത്ത വ്യക്തികൾ ഒരു 5 പോലീസുകാരന്മാർക്ക് ശിക്ഷ ഉണ്ടാകുകയാണെങ്കിൽ, ഉയർന്ന ഉദ്യോഗസ്ഥർ അവർക്ക് നേരിട്ട് പണം കൊടുക്കേണ്ടി വരികയാണെങ്കിൽ പിന്നീട് പോലീസുകാർ ശകലം അമാന്തിക്കുന്നതൊക്കെ ചെയ്യും. ഇതിപ്പോ എന്താണ്? കുറ്റം ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് പൈസ കൊടുത്തോളും. ഇവർക്കെതിരെ എന്താണ്? പോലീസിന്റെ മൊറയിൽ നഷ്ടപ്പെടുന്നു. എന്ത് മൊറയിലാണ്? ആളുകളുടെ പേരിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചിരിക്കുന്നു. മര്യാദകേട് മാത്രം കാണിക്കുന്നവര്. ഉറപ്പായിട്ടും സാർ. ഇതിപ്പോ എന്തായാലും നന്ദകുമാർ സാർ തിരിച്ച് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴുള്ള നമ്മുടെ അറിവ്.
പക്ഷെ സാർ പറഞ്ഞതുപോലെ ഇത് ശരിക്കും സ്റ്റേറ്റിനെതിരെ അല്ലാണ്ട് പോലീസുകാർക്കെതിരെ തന്നെ എടുക്കുകയാണെങ്കിൽ അതൊരു മാതൃകയാവും ശരിക്കും. പോലീസുകാർക്കെതിരെയാണ്, ഇൻ പേഴ്സൺ ആണ് കൊടുക്കേണ്ടത്, സ്റ്റേറ്റിനല്ല. ഇപ്പൊ നമ്പിതാരന്റെ കേസിൽ സ്റ്റേറ്റ് ആണ് 1 കോടി രൂപയോളം കൊടുക്കേണ്ടി വരുന്നത്, മനസ്സിലായോ? നോ, ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ദ പേഴ്സൺസ്. ഇതൊന്നും അറിഞ്ഞുകൂടെ, നിയമം വായിച്ചാൽ മനസ്സിലാകാത്ത പോലീസുകാരൻ DGP ആണെങ്കിലും അയാളാണ് കയ്യിൽ നിന്ന് കൊടുക്കുന്നത്. CB മാത്യൂസ് കൊടുക്കണം, കയ്യിൽ നിന്ന് വിജയൻ കൊടുക്കണം, ആ ടീമിലുള്ള ഓരോരുത്തരും കൊടുക്കണം. സർ സെയിം നമ്മളുടെ വീണ ജോർജ്, മന്ത്രി വീണ ജോർജിന്റെ ഒരു കേസ് ഇതുപോലെ തന്നെ നേരത്തെ വന്നതും ഇതേ വകുപ്പ് തന്നെ. അതിനകത്ത് പരാതിക്കത് കൃത്യമായിട്ടും അത് ഡിഫമേഷൻ കേസ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും കേസ് എടുത്ത് ഒരു 7 ദിവസത്തോളം മിസ്റ്റർ TP നന്ദകുമാർ അകത്ത് കിടന്നു, ജയിലിൽ കിടന്നു. പക്ഷെ ഡിഫമേഷൻ കേസിന് ഒരിക്കലും പോലീസിന് നേരിട്ട് കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പോലും ഡിഫമേഷന് കേസ് എടുക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് മാനമുണ്ടെന്ന് നിങ്ങൾ കോടതിയിൽ തെളിയിക്കണം. ഇനി അതിന്റെ ഒരു ബേസിക് ഇഫ് യു ക്യാൻ പ്രൂവ് that there's an iota of truth in what you have reported and that you have taken your best effort to arrive at that iota of truth, you cannot be punished. നിങ്ങളുടെ റിപ്പോർട്ടിൽ ഒരു കടുകുമണിയോളം വാസ്തവ സത്യമുണ്ടെങ്കിലും, 2, അതിലേക്ക് എത്താൻ നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ ശ്രമങ്ങളും നടത്തി എന്നും തെളിയിച്ചാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവില്ല. ഡിഫമേഷൻ കേസിൽ ISRA കേസിൽ ഇൻസ്പെക്ടർ വിജയൻ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്തിരുന്നതാണ്, തള്ളിപ്പോയി. മറ്റൊരു കേസിൽ കേരള മുതല് എഡിറ്റർ MS മണി കൊടുത്തിരുന്നതാണ്, അത് തള്ളിപ്പോയി. അമൃതാനന്ദമേ ഒരു നോട്ടീസ് അയച്ചാണ് 1 കോടി രൂപയ്ക്ക്. അപ്പൊ അന്ന് വക്കീലെടുത്തും പോവാതെ ഞാനൊരു മറുപടി അയച്ചു. അത് ഗുരുസ്തുതി എന്ന് പറഞ്ഞ സന്യാസത്തിന്റെ ആധികാരിക ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയണത് മാന അപമാന സമാന രാജഹംസം. ഞാൻ ഇവരെ കുറിച്ച് എഴുതുന്നത് ഗോഡ് ഓഫ് ഫ്രോഡ് എന്നായിരുന്നു എന്റെ ടൈറ്റിൽ. അപ്പൊ മാന അപമാന സമാന രാജഹംസം എന്ന് പറയാൻ മാനവും അപമാനവും ഒരുപോലെ കാണുന്ന രാജഹംസമാണ് സന്യാസി. അപ്പൊ സന്യാസിക്ക് അപമാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ സന്യാസി അല്ല. ഞാൻ അതാണ്, ഇഫ് യു ഫയൽ എ കേസ്, ദ മോമെന്റ് യു ഫയൽ എ കേസ് ഐ വിൻ. അവർ കേസ് കൊടുത്താൽ അവർക്ക് മാനം ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം. മാനം ഉണ്ടെങ്കിൽ അവർ സന്യാസിയല്ല. ഞാനും അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവർ പ്രൊസീഡ് ചെയ്തില്ല. അപ്പൊ ഈ ഡിഫമേഷനൊക്കെ ആദ്യം ഒരു നോട്ടീസ് കൊടുത്ത ആളുകളൊന്ന് വരട്ടാന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫമേഷൻ നിങ്ങൾ ശിക്ഷിക്കാൻ നോക്കൂല. വളരെ ബുദ്ധിമുട്ടാണത്. അതുകൊണ്ടാണ് ഈ ഡിഫമേഷൻ ആരും കേസ് എടുക്കാത്ത, നോട്ടീസ് കൊടുക്കുള്ളൂ. പക്ഷെ ഇവിടെ കോമഡി എന്ന് പറയുന്നത് വീണ ജോർജിനെ അപമാനപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തത് വീണ ജോർജ് പോലും അല്ല, വീണ ജോർജിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സജീവനാണ്. ആ സജീവനെതിരെ തിരിച്ചു കൊടുക്കണം. സജീവൻ എന്താണ് റൈറ്റ്? വീണ ജോർജ് അപമാനിതനാകാൻ സജീവൻ ആരാണ്? വീണ ജോർജിന്റെ, അതാണ് നമ്മൾ കോടതി ചോദിക്കണ്ടേ. നിങ്ങൾ ആരാണ് വീണ ജോർജിന്റെ? അതെ, അത് നമ്മൾ വെറുതെ വിടുന്നോണ്ടാണ് ഈ സജീവനെതിരെ കേസ്. സജീവൻ വീണ ജോർജിന്റെ ആരാണ്? ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉദ്യോഗസ്ഥന് എന്ത് റൈറ്റ് ആണ് കൊടുക്കാൻ? അതോ ഉദ്യോഗസ്ഥന് അപ്പുറം ഉണ്ട് എന്ന് കോടതിയിൽ നിർത്തി തൊലി ഉരിപ്പിക്കണം. അത് ചെയ്യാത്തോണ്ടാണ് ഇമാര് മര്യാദകൾ കാണിക്കുന്നത്. ഉറപ്പായിട്ടും സർ, തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു കേസിൽ നന്ദകുമാർ ഇതിനെതിരെ കേസ് കൊടുക്കണം. അദ്ദേഹം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. നഷ്ടപരിഹാരം പണം ചോദിച്ചോണ്ട് പണം പോണം കയ്യിൽ നിന്ന്, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഉറപ്പായിട്ടും സർ. എന്തായാലും ഈ ഒരു വിധി വളരെ നമുക്ക് ഹോപ്പ്ഫുൾ ആണെങ്കിൽ പോലും ഇത് സാറ് പറഞ്ഞതുപോലെ നെക്സ്റ്റ് ഡേ വീണ്ടും അവർ ഇതേപോലെ തന്നെ അടുത്ത പരിപാടിയായിട്ട് പുറത്തേക്ക് വരും. അതിപ്പോ സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അതെ അതെ അതെ. അപ്പൊ ഇതൊക്കെ നിർത്തണം എന്നുണ്ടെങ്കിൽ സാർ പറഞ്ഞ പോലെ സ്റ്റേറ്റിനെതിരെ അല്ലാണ്ട് പോലീസുകാരെ തെരഞ്ഞുപിടിച്ച് തന്നെ നമ്മൾ കേസ് കൊടുത്തു തുടങ്ങണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ സർ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ.